ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തുവിടുമെന്ന് പ്രതികൾ ഭീഷണിപ്പെടുത്തിയതോടെ മുഖ്യമന്ത്രി തലയിൽ കല്ലിളകിയെ പോലെ മറ്റൊരു നെട്ടോട്ടത്തിലാണ്. ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ വന്നു ചേരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മുഖ്യമന്ത്രി ഓഫറുകൾ പ്രഖ്യാപിക്കുകയാണ്, അതും കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട്. അതായത് ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുകൾ വെട്ടി കൊന്നുതള്ളിയ കൊടും ക്രിമിനലുകൾക്ക് വൻ ഓഫറുകളുമായി പിണറായി സർക്കാർ രംഗത്ത് വരികയാണ്. 20 വർഷം കൂടി അകത്ത് കിടക്കാൻ ഹൈക്കോടതി വിധിച്ച കൊടും ക്രിമിനലുകളായ പ്രതികളെ വെറുതെ വിടാൻ പറ്റുമോ എന്നതാണ് ഈ പിണറായിയുടെ ജയിലിൽ നിന്നും പോയിരിക്കുന്ന നിയമോപദേശ ഹർജി. അങ്ങനെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്കായി സംസ്ഥാന സർക്കാർ അസാധാരണ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. പ്രതികളെ വിട്ടയച്ചാൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദ്യമുയർത്തി സംസ്ഥാനത്തെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയ്യൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനുമാണ് കത്തയച്ചിട്ടുള്ളത്. മാഹി ഇരട്ടക്കൊലക്കേസിൽ വിട്ടയച്ച കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജി എന്നിവർക്ക് വേണ്ടിയാണ് ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്തയച്ചത്. പ്രതികൾക്ക് സുരക്ഷാ കാരണങ്ങളാൽ അവധി ആനുകൂല്യം നൽകി വിടുതൽ ചെയ്യുന്ന വിഷയം പരിശോധിക്കുന്നതിന് സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭ്യമായെന്നും പ്രതികൾക്ക് അവധി ആനുകൂല്യം നൽകുകയാണ് എങ്കിൽ സ്വീകരിക്കുവാൻ സാധിക്കുന്ന സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ച് വിശദ റിപ്പോർട്ട് നൽകണമെന്നുമാണ് കത്തിലെ നിർദ്ദേശം. പ്രതികൾക്ക് പരോൾ നൽകാനോ വിട്ടയക്കാനോ എന്ന് വ്യക്തമല്ല. 20 വർഷത്തേക്ക് ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മോചനത്തിന്റെ സാധ്യത തേടി സർക്കാർ ഇടപെടൽ. പ്രതികളെ വിട്ടയച്ചാൽ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നം വിലയിരുത്തേണ്ടത് കേരള പോലീസാണ്. ഇക്കാര്യത്തിൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് യാതൊരു റോളുമില്ല. ടി.പി. കേസിലെ പ്രതിയായ കൊടിസുനി തവനൂർ സെൻട്രൽ ജയിലിലും മറ്റു പ്രതികൾ കണ്ണൂർ, തൃശൂർ ജയിലുകളിലുമാണ്. പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയക്കാതെ സംസ്ഥാനത്തെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചത് എന്തിനാണെന്നുള്ളത് വ്യക്തമായിട്ടില്ല ഇതുവരെയും. ടി.പി. കേസ് പ്രതികളായ ടി.കെ. രതീഷ്, കെ.കെ. മുഹമ്മദ് ഷാഫി, എസ്. സജിത്ത് എന്നിവരെ വിട്ടയക്കാൻ സംസ്ഥാന സർക്കാർ നേരത്തെ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും വിവാദമായതിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ടി.പി. കേസിലെ 2 പ്രതികൾക്ക് വിചാരണ കോടതി വിധിച്ച 3 വർഷം ശിക്ഷ ജീവപര്യന്തമായി ഹൈക്കോടതി ഉയർത്തിയിരുന്നു. 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുത് എന്ന് 2024 ഹൈക്കോടതി വിധിച്ചിരുന്നു. ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പ്രതികൾ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഈ അപ്പീലിന് സഹായകമാണോ ജയിൽ ആസ്ഥാനത്ത് നിന്ന് സൂപ്രണ്ടുമാരുടെ അഭിപ്രായം ആരാഞ്ഞത് എന്നും സംശയമുണ്ട്. സത്യത്തിൽ CPM-ലെ കണ്ണൂരിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾക്ക് വ്യക്തിപരമായ ആവശ്യമെന്ന നിലയിലാണ് പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സർക്കാർ കൊലയാളികൾക്കൊപ്പം നിൽക്കുമോ? കൊലയാളികൾക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന നിയമം തകർക്കുന്നതിന് തുല്യമാണിത്. നീതിന്യായ കോടതിയിൽ എതിർത്തു, എന്നാൽ കോടതി സത്യം കണ്ടെത്തി. തുടർന്ന് അപ്പീലിന് പോയി. അവിടെ വിജയിക്കാതെ വന്നപ്പോൾ ജയിലിൽ കഴിയേണ്ടി വന്നു. ജയിലിൽ സുഖവാസം ഒരുക്കാൻ ശ്രമിച്ചു. ജയിലർമാരെ തല്ലിയിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല. പുറത്തു നടത്തിയ ഗുണ്ടായിസം ജയിലിനുള്ളിൽ നടത്തിയിട്ട് ഇപ്പോൾ വിട്ടയക്കാൻ ആലോചിക്കുകയാണ്. പരോൾ നൽകുന്നത് നിബന്ധനകൾക്ക് വിധേയമാണ്. എന്നാൽ വിടുതൽ നിബന്ധനകളില്ലാതെയുള്ള മോചനമാണ്. പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ജയിൽ സൂപ്രണ്ടുമാരിൽ നിന്ന് ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാൻ സാധിക്കുന്നതുമില്ല. ജയിലിനുള്ളിലെ കാര്യങ്ങളാണ് സൂപ്രണ്ടുമാർ റിപ്പോർട്ട് നൽകേണ്ടുന്നത്. പ്രതികൾ പ്രശ്നക്കാരല്ലെന്ന് എഴുതി വാങ്ങാനുള്ള ആസൂത്രിതമായ നീക്കമാണിതെന്ന് വളരെ വ്യക്തവുമാണ്. സത്യത്തിൽ സമൂഹത്തിൽ ഇത്രയും വലിയ അപകടകാരികളായ കൊലയാളികളെ വിട്ടയക്കാൻ പിണറായി വിജയൻ തിടുക്കം കാണിക്കുന്നുണ്ട്. അത് ടി.പി. കേസിലെ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്നുള്ള പ്രതികളുടെ വെല്ലുവിളിയും മുന്നറിയിപ്പിനെ ഭയന്നതോടുകൂടിയുമാണെന്ന് വ്യക്തമാണ്. എന്നാൽ ഇത് രഹസ്യമറിയാതെ ഇരിക്കാനായി മുഖ്യമന്ത്രി പ്രതികളെ സന്തോഷപ്പെടുത്തി നിർത്തുകയാണ് എന്നാണ് കെ.കെ. രമ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ജീവൻ പോയാലും സമ്മതിക്കില്ല എന്ന വ്യക്തമായ സൂചനയും കെ.കെ. രമ നൽകുകയും ചെയ്തു.